ഗൈസ്, അപ്പോൾ ഈസ്റ്റർ ആയിട്ട് എങ്ങനെയാണ് നമ്മുടെ ചിക്കൻ പൊരിക്കല്ലേ? കമോൺ. ഇത് ചൂടാൻ പോണാണ് ഗൈസ്. മുളക് ഭയങ്കരമായിട്ട് കിട്ടാ കത്ത് പിടിക്കുന്നുണ്ട്. അയ്യോ, കത്തുപിടിച്ചു. ഇത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ട്രൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനൊരു റെസിപ്പി ചെയ്യുന്നത്. എന്തായാലും ഈ അരച്ചെടുത്ത മിക്സിലേക്ക് കുറച്ചുകൂടി മസാലകൾ ഇട്ടാണ് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പോകുന്നത്. അപ്പം മസാലക്കൂട്ടൊക്കെ കറക്റ്റായിട്ട് ഇടാൻ എനിക്കറിയാത്തതുകൊണ്ട് ഇവിടെ ഞാൻ അമ്മേനെ കൊണ്ടാണ് ഇട്ടുകൊണ്ട് ഇരിക്കുന്നത്. അപ്പോൾ ഈ മസാലയുടെയൊക്കെ കറക്റ്റ് ഇത് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മസാലയൊക്കെ തേച്ച് വെച്ച് ഞങ്ങൾ നേരെ ഇത് ഫ്രിഡ്ജിലോട്ട് അങ്ങോട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. ആക്രാന്തം മൂത്ത് വേഗം തന്നെ അങ്ങ് എടുത്ത് വറക്കരുത്, കുറച്ച് നേരം അതിനെ വെറുതെ വിടണം. ഞങ്ങൾ എന്തായാലും പള്ളിയിൽ പോകുന്നതിന് മുമ്പാണ് ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചത്. അതുകൊണ്ട് കുറേ സമയം അത് ഫ്രിഡ്ജിൽ തന്നെ ആയിരുന്നു ഇരുന്ന് വെച്ചത്. ആവശ്യത്തിന് സമയം കൊടുത്തിട്ടാണ് നമ്മൾ ഇതിട്ട് വറുക്കുന്നത്. ഇപ്പോൾ തന്നൊരു കെട്ടാ കെട്ടിക്കൂട്ടി തോളി കേച്ചിയാലങ്കേറി നിറങ്ങ നമ്മള് പോയോക്കും. കുട്ടിക്കാട്ടിക്കല്ല നമ്മുടെ കൽബിന്റെ ഒത്തുക്കാണ്, പൂതിയുടെ അറയന്റെ അടുത്തേക്കാണ് നമ്മള് കൂട്ടിക്കൊണ്ടോവും. മഹറ തന്നൊരു കെട്ടാ കെട്ടിക്കൂട്ടി തോളി കേച്ചിയാലങ്കേറി നിറങ്ങ നമ്മള് പോയി. देख ले जो रूह कोटी तो हमारे पीस्टर പറയോ ആ പീസ്റ്റർ ഈസ്റ്റർ ആയതുകൊണ്ട് തന്നെ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ സുഭാഷമാണ്. വെള്ളയപ്പവും ഇഷ്ടവും പിന്നെ അഡീഷണൽ ആയിട്ട് ഞാൻ കുറച്ച് ചിക്കൻ വറുത്തയും കൂടി ഇട്ടാണ് കഴിച്ചത്. പിന്നെ സമയം പോയത് അറിഞ്ഞില്ല, ഉച്ചയായി. അപ്പോൾ ഉച്ചയായപ്പോഴേക്കും ചിക്കൻ കറിയും ഇറച്ചി വിന്താലും പിന്നെ കരളറിയും കൂട്ടി അങ്ങോട്ട് ഒരു പിടി അങ്ങോട്ട് വെച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് എൻ്റെ ഈസ്റ്റർ സ്പെഷ്യൽ വീഡിയോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഞാനിവിടെ ഈസ്റ്റർ അടിച്ചു പൊളിക്കുന്നത് എല്ലാവരും അടിച്ചു പൊളിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു.